വ്യൂവേഴ്സ് വെൽക്കം ബാക്ക്. അപ്പോൾ ഈ കാണുന്നത് നമ്മുടെ പെരുന്നാളിന് ഡ്രസ്സ് എടുക്കാൻ വേണ്ടി പോകുന്നതാണ്. ഏറ്റവും ലാസ്റ്റ് നിമിഷത്തിലാണ് നമ്മൾ ഈ തവണ ഡ്രസ്സ് എടുക്കാൻ വേണ്ടി പോയത്. പെരുന്നാൾ തിങ്കളാഴ്ചയാണെങ്കിൽ അതിൻ്റെ തലേ ദിവസം ഞായറാഴ്ചയാണ് നമ്മൾ ഈ ഡ്രസ്സ് എടുക്കാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ കാരണം വേറെ ഒന്നുമല്ല, നമ്മൾ ഇത്തവണ പെരുന്നാൾ ഡ്രസ്സ് എടുക്കണ്ടെന്ന് വിചാരിച്ചിരിക്കുകയായിരുന്നു. കാരണം പെരുന്നാൾ കഴിഞ്ഞ വീക്കിൽ എൻ്റെ ചാച്ചാടെ മോളുടെ മാരേജ് ഉണ്ട്. ഞാൻ നേരത്തെ വീഡിയോസിലൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ടൈമിൽ ഒരുമിച്ച് ഡ്രസ്സ് എടുക്കാമല്ലോ എന്ന് ഓർത്ത് വിചാരിച്ചിരിക്കുകയായിരുന്നു കേട്ടോ. അപ്പോൾ പിള്ളേർക്കാണെങ്കിൽ ഇക്കയുടെ ബ്രദർ ഡ്രസ്സ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ഇട്ട് കൊടുക്കാമെന്ന് വിചാരിച്ചിരിക്കുകയായിരുന്നു. അപ്പോൾ ആ സമയത്താണ് ഭാവിച്ച് എല്ലാ തവണത്തെയും പോലെ പെരുന്നാൾ ഡ്രസ്സ് വാങ്ങിക്കാൻ വേണ്ടി പൈസ തന്നിട്ടുണ്ടായിരുന്നു. പിന്നെ വേറെ ഒന്നും നോക്കിയില്ല, നേരെ ഡ്രസ്സ് എടുക്കാൻ വേണ്ടി പോയിട്ടോ. അപ്പോൾ അവിടെ ചെന്നപ്പോഴായിരുന്നു നല്ല തിരക്കായിരുന്നു. എനിക്ക് തോന്നുന്നത് എല്ലാവരും അവിടെ വന്നേക്കണ എല്ലാവരും പെരുന്നാൾ ഡ്രസ്സ് എടുക്കാൻ വേണ്ടി വന്നവരായിരുന്നു കേട്ടോ. എല്ലാവരും ലാസ്റ്റ് നിമിഷത്തിൽ തന്നെയായിരുന്നു അവിടെ ഡ്രസ്സ് എടുക്കാൻ വേണ്ടി വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ പിള്ളേർക്കാണ് നോക്കിയത്. സനാക്കും ഹെസാക്കും വേണ്ട ഡ്രസ്സായിട്ടോ നോക്കിയത്. നമ്മൾ ഡ്രസ്സ് എടുക്കാൻ പോയിട്ടുണ്ടായിരുന്നത് പറൂരുള്ള ഫാഷൻ ടെക്സ്റ്റൈൽസ് എന്ന് പറഞ്ഞ ഷോപ്പിലായിരുന്നു. ഞാൻ എന്തായാലും ഫസ്റ്റ് ടൈമാണ് അവിടെ പോയിട്ടുണ്ടായിരുന്നത്. അത്യാവശ്യം ഡ്രസ്സിൻ്റെ കളക്ഷൻസൊക്കെ അവിടെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ സന വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോഴേ പറഞ്ഞിട്ടുണ്ടായിരുന്നു എനിക്ക് കോഡ് സെറ്റിന് മതിയെന്ന്. കാരണം അവളുടെ പ്രായമുള്ള കസിൻസൊക്കെ എല്ലാവരും കോഡ് സെറ്റ് തന്നെയാണ് എടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അവളും പറഞ്ഞു എനിക്ക് കോഡ് സെറ്റ് മതിയെന്ന് പറഞ്ഞു. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ കോഡ് സെറ്റാണ് നോക്കിയത്. അപ്പോൾ അവളുടെ സൈസിന് പറ്റിയ ഒരെണ്ണം എടുത്ത്. അപ്പോൾ ഹൈസാക്കും അതേപോലെ തന്നെ എടുക്കാമെന്ന് ഓർത്തപ്പോൾ ആ ഹൈസാക്ക് പറ്റിയ ഒരു സൈസിലുള്ളതും കിട്ടിയായിരുന്നു. അപ്പോൾ നമ്മൾ രണ്ടുപേർക്കും കൂടി സെയിം ആയിട്ട് ട്വിന്നിങ് പോലെ രണ്ടുപേർക്കും എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഹയാസിന് വേണ്ടിയിട്ട് ഒരു ഷർട്ട് എടുത്തായിരുന്നു. അതേപോലെ ഹംനാക്കും ഒരു ഡ്രസ്സ് എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ എനിക്ക് വേണ്ടിയിട്ട് ഒരു ചുരിദാറാണ് എടുത്തത്. നമുക്ക് വീട്ടിലിടാൻ പറ്റിയ ഒരു ടൈപ്പ് ഒരു ചുരിദാറാണ് ഞാൻ എടുത്തത്. അങ്ങനെ അത്യാവശ്യം വേണ്ടതൊക്കെ സെലക്ട് ചെയ്തതിന് ശേഷം പിന്നെ ഒന്ന് രണ്ട് നേറ്റീവ്സ് നോക്കാനുണ്ടായിരുന്നു ഇക്കാടെ ഉമ്മച്ചിക്കും വെല്ലുമാക്കും വേണ്ടിയിട്ട്. അപ്പോൾ അതും സെലക്ട് ചെയ്തായിരുന്നു. പിന്നെ ഇക്കാക്ക് ഇത്തവണ മുണ്ടായിരുന്നിട്ട് എടുത്തിട്ടുണ്ടായിരുന്നത്. നമ്മൾ ലാസ്റ്റ് നിമിഷമാണ് പോയെങ്കിലും ഡ്രസ്സ് എടുക്കാൻ വേണ്ടി പോയെങ്കിലും, പക്ഷേ ഒരു ഷോപ്പിൽ നിന്ന് തന്നെ നമുക്ക് എല്ലാം വേണ്ട അത്യാവശ്യം വേണ്ട എല്ലാ ഐറ്റംസും അവിടെ നിന്ന് തന്നെ നമ്മൾ സെലക്ട് ചെയ്തായിരുന്നു. സാധാരണ അങ്ങനെ കിട്ടാറില്ല. ഒരു ഷോപ്പിൽ പോയി കഴിഞ്ഞാൽ ഒന്ന് രണ്ടെണ്ണം എടുക്കും, പിന്നെ അടുത്ത ഷോപ്പിൽ നിന്ന് അങ്ങനെയാണ് എടുക്കാറ്. പക്ഷേ ഇത്തവണ ഒരു ഷോപ്പിൽ നിന്ന് തന്നെ എല്ലാം നമ്മൾ സെലക്ട് ചെയ്തായിരുന്നു. അങ്ങനെ എല്ലാ ഡ്രസ്സും സെലക്ട് ചെയ്തതിന് ശേഷം വെറുതെ ഒന്ന് പാർട്ടി വെയർ എന്തെങ്കിലും ഉണ്ടോ എന്നറിയാൻ വേണ്ടി ജസ്റ്റ് ഒന്ന് നോക്കിയതായിരുന്നു. കാരണം കല്യാണത്തിന് ഏതെങ്കിലും ഒരു ദിവസം ഇടാമല്ലോ എന്ന് ഓർത്ത് പാർട്ടി വെയർ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നല്ലതുണ്ടെങ്കിൽ എടുക്കാം എന്നുള്ള ഉദ്ദേശത്തിൽ വെറുതെ ജസ്റ്റ് ഒന്ന് നോക്കിയതാണ്. അപ്പോൾ എനിക്ക് അവിടെ വെച്ച് കണ്ട ഒരു ചുരിദാർ ഇഷ്ടമായി. അപ്പോൾ അങ്ങനെ അത് പറഞ്ഞ് സെലക്ട് ചെയ്തായിരുന്നു. അങ്ങനെ ലാസ്റ്റ് നിമിഷത്തിലാണ് എനിക്ക് വേണ്ട ചുരിദാർ ഞാൻ അവിടെ സെറ്റ് ആക്കിയിട്ടുണ്ട്. അങ്ങനെ നമ്മൾ ലാസ്റ്റ് നിമിഷമാണ് ഡ്രസ്സ് എടുക്കാൻ വേണ്ടി പോയതെങ്കിലും നമുക്ക് എല്ലാം വേണ്ടത് അത്യാവശ്യം വേണ്ടതൊക്കെ നമുക്ക് അവിടെ നിന്ന് കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അതിനിടയിൽ ഹെസ് ചെറുതായിട്ടൊന്ന് പ്രശ്നം ഉണ്ടാക്കി. കാരണം ഹെസാക്ക് പുറത്തിറങ്ങി കഴിഞ്ഞാൽ വാപ്പി എടുത്തുകൊണ്ടിരിക്കണം. അപ്പോൾ അത്ര നേരം എടുത്തുകൊണ്ട് നടക്കുകയായിരുന്നു. അപ്പോൾ ജസ്റ്റ് ഒന്ന് താഴ്ന്നു നിർത്തിയപ്പോഴേക്ക് ഹെസാക്ക് ഇരുന്ന് കരച്ചിലായി. അങ്ങനെ പിന്നെ ഹെസാനെ എങ്ങനെയൊക്കെയോ സോപ്പ് ഇട്ട് അവിടെ നിന്ന് പോകുന്നു. അപ്പോൾ നമ്മുടെ പർച്ചേസിങ് വ്ലോഗ് ഇത്രയൊക്കെ ഉള്ളൂ. പുതിയ വിശേഷങ്ങളായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. വീഡിയോ ഇഷ്ടമാണെങ്കിൽ ചാനലിലേക്ക് ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ടാറ്റാ.